ഒരു മുസ്ലിം ഇന്ത്യയെ സ്നേഹിച്ചാൽ, മറ്റു മതങ്ങളെ സ്നേഹിച്ചാൽ, മോദിയെ സപ്പോർട്ട് ചെയ്താൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കും? എല്ലായിടത്തും നൂറുകണക്കിന് വധഭീഷണികൾ നിരന്തരവും. തല്ലും കൊല്ലും തലവെട്ടിക്കളയും, നിന്റെ അന്ത്യം അടുത്തു തുടങ്ങിയുള്ള ഭീഷണികൾക്ക് നടുവിൽ കഴിയുകയാണ് ഇസ്ലാമിക് സഹോദരൻ ഫസൽ കാരാട്ട്. പല മതത്തിൽപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിലും ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഒക്കെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ജനാധിപത്യം അനുവദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇത്ര സഹിഷ്ണുതകൾ? ഫസൽ കാരാട്ട് എന്ന യുവാവ് ചെയ്യുന്ന വീഡിയോകൾ തന്നെയാണ് അദ്ദേഹത്തിന് ഭീഷണിക്ക് കാരണം. അദ്ദേഹം വീഡിയോ ചെയ്ത സ്ഥലം കൂടെ കണ്ടുപിടിച്ച് അവിടെ വന്ന് തലവെട്ടും എന്നുകൂടി ഭീഷണിപ്പെടുത്തുന്നു. തലവെട്ടും എന്ന് പറയുമ്പോൾ അത്തരം കമന്റുകളിൽ പോലും ക്രൂരമായി ലൈക്ക് അടിക്കുന്നവർ ധാരാളം. മുസ്ലിങ്ങൾക്കെതിരെ എന്ന് മുദ്രകുത്തി ഫസലിനെ മത തീവ്രവാദികൾ വിചാരണ ചെയ്യുകയാണ്. നിയമവും പോലീസും ഒക്കെ ഇതെല്ലാം കണ്ട് കയ്യും കെട്ടി കണ്ണടച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഭയപ്പാട് തന്നെ ഉണ്ടാക്കുന്നു. കുറ്റവാളികളെ നിയന്ത്രിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിന് എന്തുകൊണ്ട് ഇത്തരം വേട്ടയാടപ്പെടുന്നവർക്ക് സുരക്ഷ നൽകാനാകുന്നില്ല? ഇത്തരക്കാർക്കെതിരായ ആൾക്കൂട്ട കൊലവിളികൾ അധികാരികൾ നടപടിയെടുത്താൽ എല്ലാം ശാന്തമാകും. എല്ലാം പോലീസിന്റെ നിലപാടിനെയും നാട് ഭരിക്കുന്നവരുടെ നിലപാടിനെയും നിർണായകമാക്കും. ഫസൽ കാരാട്ട് അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ഇന്ത്യയെ പറ്റിയാണ്. നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യയുടെ നന്മയെപ്പറ്റി, വികസനങ്ങളെപ്പറ്റി ഒക്കെയാണ് അദ്ദേഹം പറയാറ്. സ്ഥിരം പള്ളിയിൽ പോകുന്ന, നിസ്കരിക്കുന്ന, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഫസൽ. എന്നിട്ടും അദ്ദേഹത്തെ ഇസ്ലാമിനെതിരെ എന്ന് മുദ്രകുത്തുന്നു. എൻ്റെ പേര് ഫസൽ കാരാട്ട്, നമ്മുടെ ചാനലിൻ്റെ പേരും അത് തന്നെയാണ്. എനിക്കെതിരെ നിരന്തരം വധഭീഷണികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ വാട്സാപ്പിലേക്കൊക്കെ തോന്നിയതുപോലെ കേട്ടാലറയ്ക്കുന്ന വിധത്തിലുള്ള തെറികൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മാനെയും ഉപ്പായൊക്കെ തോന്നുന്നത് പോലെയാണ് ആളുകൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സുകളിലൊക്കെ ഞാൻ എവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്നത് ഉൾപ്പെടെ, സ്ഥലം ഉൾപ്പെടെ എഴുതിക്കൊണ്ട് എനിക്കെതിരെ നിരന്തരം വധഭീഷണികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ജനിച്ച എൻ്റെ മണ്ണ്, എൻ്റെ രാജ്യം മറ്റെന്തിനേക്കാളും മഹത്തരമെന്ന്. ആ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ മണ്ണിന് വേണ്ടി, നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ നിരന്തരം വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങൾ പ്രത്യേകം ഓർക്കണം, ഞാനൊരു മതത്തിനും എതിരല്ല. ഞാൻ മുസൽമാനായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പറഞ്ഞിട്ട് പോലും എന്തുമാതിരി രീതിയിലാണ് എനിക്കെതിരെ തെറികൾ വരുന്നത്, എനിക്കെതിരെ ഭീഷണികൾ വരുന്നത് എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം. എന്നെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, ഞാൻ പിറന്ന എൻ്റെ മണ്ണിന് വേണ്ടിയിട്ട്, എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കുമെന്ന് ആരും തന്നെ കരുതണ്ട. അയോധ്യയിലെ രാമക്ഷേത്രം ഈ നാടിന്റെ പൈതൃകമായതുകൊണ്ട് ഫസൽ അതിനെപ്പറ്റി ഒരുപാട് വീഡിയോകൾ ചെയ്തു. ഫസൽ ഇസ്ലാമിനെതിരെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം. പക്ഷേ അദ്ദേഹം എടുത്തു പറയുന്നു, അദ്ദേഹം ഇസ്ലാമാണ്, അദ്ദേഹം നിസ്കരിക്കുന്ന ആളാണ്, അദ്ദേഹം വിശ്വാസിയാണ്, അദ്ദേഹം ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ടാണ് രാജ്യത്തെ സ്നേഹിക്കുന്നതും BJP ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നതും. നമ്മുടെ നാട്ടിൽ നന്മയും സമാധാനവും വികസനവും വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മറ്റു മതങ്ങളോട് സൗഹാർദ്ദപരമായി ഇടപെടണമെന്നും. പക്ഷേ ഇങ്ങനെ ഒരു ആശയം പ്രകടിപ്പിക്കുമ്പോൾ അതിനാൽ എതിരാണ് എന്നാണ് പറയുന്നത്. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം. ഇദ്ദേഹത്തിന് കിട്ടുന്നതെല്ലാം പബ്ലിക്കായിട്ടുള്ള വധഭീഷണികൾ ആണ് എന്നുള്ളതാണ്. 1, 2, 3, 4 അല്ല. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും എല്ലാം പബ്ലിക്കായിട്ടാണ് ആളുകൾ കൊല്ലും തലവെട്ടും വെട്ടി അരിയുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. തനിക്ക് കിട്ടുന്ന വധഭീഷണികളെ പറ്റി അദ്ദേഹം ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഫസലിനെതിരെ കേട്ടാൽ അറയ്ക്കുന്ന മോശം ഭാഷയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റ് എഴുതിയിരിക്കുന്നു, ഫസൽ ചത്താൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന്, ഇവന്റെ തല വെട്ടണമെന്ന്. ഫസലിന്റെ ഫോട്ടോ വെച്ച് അതിന്റെ മുന്നിൽ കൊന്നിട്ട് പോടാ എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതി വീഡിയോകൾ എതിരാളികൾ ചെയ്യുന്നു. തനിക്ക് ലഭിക്കുന്ന വധഭീഷണികളും സ്വന്തം അമ്മയെ വരെ മോശക്കാരിയായി പറയുന്ന വൾഗറായ കമന്റുകൾക്കുമൊക്കെ എതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. എന്നിരുന്നാലും പബ്ലിക്കായി വരുന്ന വധഭീഷണികൾ നമ്മുടെ നാടിന് തന്നെ വലിയൊരു വിപത്താണ്. തീവ്രവാദ നിലപാടുകൾക്കെതിരെ നടപടിയെടുക്കേണ്ടവർ മൗനം തുടരുമ്പോൾ അവർ തഴച്ചു വളരുകയാണ്. നീ മലപ്പുറത്ത് വന്നാൽ നിന്നെ ഞാൻ തീർക്കും,
ഇന്ന ദിവസം കഴിഞ്ഞ് നിന്നെ കാണില്ല, നിന്നെ കൊല്ലണം എന്നൊക്കെ തുരുതുരാ കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പബ്ലിക്കായി ആളുകൾ ഇടുന്നു. നിന്റെ തലവെട്ടും, നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ ആളുകൾ നേരിട്ട് അദ്ദേഹത്തിനോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നു. അദ്ദേഹത്തിനെ കൊല്ലാൻ പബ്ലിക്കായി നടക്കുന്ന തീവ്ര ചിന്താഗതിക്കാർ നൽകുന്ന സന്ദേശം അതീവ ഗുരുതരമാണ്. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. എന്നാൽ ഫസലിന് ആരെയും ഭയമില്ല. എന്നെ വന്ന് തീർക്കണമെങ്കിൽ തീർത്തോട്ടെ, ഞാനത് സഹിച്ചോളാം, അനുഭവിച്ചോളാം എന്ന് അദ്ദേഹം ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു. ഇന്ത്യ രാജ്യത്തിനും മോദിയെ പറ്റിയും അദ്ദേഹം വീഡിയോകൾ ചെയ്യുന്നത് തുടരുന്നു. അദ്ദേഹത്തിന് പേടിയില്ല. എന്ത് സംഭവിച്ചാലും ഈ ചെയ്യുന്ന വീഡിയോകൾ അദ്ദേഹം നിർത്തില്ല എന്ന് പലതവണ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക്കായി വധഭീഷണി മുഴക്കാൻ കഴിവുള്ള ധാരാളം തീവ്ര ചിന്താഗതിക്കാർ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥം. നിയമത്തെയോ കോടതിയെയോ പോലീസിനെയോ ഒന്നും പേടിയില്ല. അതിനൊക്കെ അപ്പുറം തീവ്ര ചിന്താഗതി തലയ്ക്ക് പിടിച്ച ആളുകൾ. ഒരു മുസ്ലിം ഒരിക്കലും BJP ആകാൻ പാടില്ല, മറ്റു മതങ്ങളെ സ്നേഹിക്കാൻ പാടില്ല, ഇന്ത്യയെ സ്നേഹിക്കാൻ പാടില്ല, തീവ്രവാദത്തിനെ എതിർക്കാൻ പാടില്ല, മോദിജിയിലെ നല്ല കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ. ഇത്തരം ഭീഷണികൾ ഫസലിന് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്ന് തന്നെയാണ് എന്നതാണ് ഏറ്റവും ഗൗരവതരം. മതേതരത്വത്തെക്കുറിച്ച് നിരവധി പ്രഭാഷണങ്ങൾ നടത്തുകയും മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ജനാധിപത്യത്തെക്കുറിച്ച് 24 മണിക്കൂറും വാതോരാതെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു മുസ്ലിം സഹോദരൻ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കപ്പെട്ടതിൻ്റെ പേരിൽ ഇത്തരത്തിൽ വേട്ടയാടുന്നത്. ഇത്തരം മൗലികമായിട്ടുള്ള അവകാശങ്ങളെ ഹരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി വാദിക്കുന്നവർ രംഗത്ത് വരാത്തത്? ഇതൊരു മുസ്ലിം സഹോദരന്റെ വിഷമം മാത്രമായതിനാലായിരിക്കാം സമൂഹം ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതും വേണ്ടത്ര പ്രചാരണം കിട്ടാതെ പോകുന്നതും. എന്നാൽ തൻ്റെ വീഡിയോകൾ ഇസ്ലാം വിശ്വാസികളിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ധാരാളം ഉണ്ടാക്കിയെന്നും ഫസൽ കാരാട്ട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും അദ്ദേഹത്തിന് നേരിട്ടും പല മുസ്ലിംസിൻ്റെയും വളരെ പോസിറ്റീവായ മെസ്സേജസും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അവർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവരാണ്, മോദിജിയെ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം അവർ ഇന്ത്യയുടെ വികസനമാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ വികസനവും മോദിജിയുടെ ഭരണവും കാരണം അവർക്ക് പ്രയോജനം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിം ആളുകൾ ഒരുപാട് പേർ ഇദ്ദേഹത്തിന് പോസിറ്റീവ് മെസ്സേജ് അയക്കുന്നു. നേരത്തെ പബ്ലിക്കായി BJPയെയോ മോദിജിയെ പറ്റിയോ പോസിറ്റീവായ ഒരു കമന്റ് ഇടാൻ ഭയപ്പെട്ടിരുന്ന പല മുസ്ലിങ്ങളും ഇപ്പോൾ പോസിറ്റീവായി അങ്ങനെ സംസാരിക്കുന്നു. അദ്ദേഹത്തിന് പോസിറ്റീവ് കമന്റ്സ് ഇടുന്നു, പോസിറ്റീവ് മെസ്സേജസ് അയക്കുന്നു. ഇത് ഒരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ്. തീവ്രവാദത്തിലല്ല, ഭാരതത്തിൻ്റെ വികസനത്തിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഫസൽ പറയുന്നു, തീവ്രവാദമല്ല, സമാധാനമാണ് വേണ്ടത്. മറ്റു മതങ്ങളുമായി സ്നേഹപൂർവ്വം സൗഹാർദ്ദപരമായ ഒരു രീതി തന്നെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിങ്ങൾ ഒരുപാട് പേരുണ്ട്. അവർ ധൈര്യത്തോടെ പുറത്തു വന്ന് പറയുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൂചന. ന്യൂസ് ഡെസ്ക് കർമാനസ്.